ഹായ്, എൻ്റെ പേര് അനൈന. അബ്സല്യൂട്ട് മൈൻഡ് ക്ലിനിക്കിൽ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയാസ് ആണെങ്കിലും ന്യൂസ് പേപ്പറൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂസ് ലഹരിക്ക് അടിമപ്പെട്ടിട്ട് ആൾക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട്. അതായത് അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അവരുടെ ജീവന് തന്നെ എന്തെങ്കിലും ഹാനികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നിങ്ങനെ. കേരളത്തിൽ നടത്തിയ ഒരു പഠനം പ്രകാരം 38.6% കുട്ടികളിൽ ലഹരി യൂസ് ചെയ്യുന്നത് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി ലഹരി യൂസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ പാരൻസ് അതിനെങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ മോശമായിട്ടാണ് പാരൻസ് ഡീൽ ചെയ്യുന്നതെങ്കിൽ ആ കുട്ടി പിന്നെ പാരൻസിനോടൊന്നും പറയാതെ ഈ ലഹരി യൂസ് ചെയ്യുന്നത് കൂടി വരും. പൊതുവേ നമ്മളെ സമൂഹത്തിൽ ഈ ലഹരി യൂസ് ചെയ്യുന്നത് വളരെ മോശപ്പെട്ട ഒരു സ്വഭാവമായിട്ടാണ് കാണാറ്. എന്നാൽ മെൻ്റൽ ഹെൽത്ത് ഡിസോർഡറിൻ്റെ ക്ലാസിഫിക്കേഷൻ പ്രകാരം ഇതൊരു അസുഖമായിട്ടാണ് കാണുന്നത്. ഇത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് അറിയുന്നുണ്ടാവില്ല. സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് യൂസിൻ്റെ അണ്ടറിൽ കുറേ കാറ്റഗറിയിൽ പെടുന്ന ഡ്രഗ്സ് വരുന്നുണ്ട്. അതായത് സ്റ്റിമുലൻസ്, കഫീൻസ്, ഹാലുസിനോജൻസ്, ഡിപ്രസൻസ് എന്നിങ്ങനെ കുറേ എണ്ണം. പലപ്പോഴും ക്ലിനിക്കിലൊക്കെ വരുന്ന കേസാണെങ്കിൽ തന്നെ ഈ കുട്ടികൾ ആദ്യം ഇത് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ പാരൻസിന് അപ്പോൾ ഒന്നും ഇത് മനസ്സിലാവില്ല. എങ്ങനെ നമുക്ക് മനസ്സിലാവുക കുട്ടികൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ അവരുടെ സ്വഭാവത്തിലൊക്കെ ഒരു വ്യത്യാസം വരാൻ തുടങ്ങും. അതേപോലെ എന്തെങ്കിലും സ്മെല്ലൊക്കെ അവരുടെ ബോഡിയിൽ നിന്ന് വരിക, അവരുടെ ഡ്രസ്സിലൊക്കെ എന്തെങ്കിലും പൊടി അല്ലെങ്കിൽ അങ്ങനത്തെ പാർട്ടിക്കിൾസ് ആയിട്ട് കാണുക, അവരുടെ അടുത്ത് എന്തെങ്കിലും സിറിഞ്ചസ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കാണാത്ത എന്തെങ്കിലും മരുന്നൊക്കെ കാണുകയാണെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് കുട്ടികൾ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അറിയേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയാസ് എടുക്കുകയാണ് അല്ലെങ്കിൽ പല ഫിലിംസിലും ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നത് ഭയങ്കര ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കുട്ടികളിൽ കൂടുതലായിരിക്കും. ഇത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതിനെ നമ്മൾ എക്സ്പെരിമെൻ്റൽ യൂസ് എന്ന് പറയും. അത് ചിലപ്പം അവരുടെ ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടോ അല്ലെങ്കിൽ പിയർ പ്രഷർ കാരണോ അല്ലെങ്കിൽ ഫാമിലീസിൽ ആരെങ്കിലും ആൽക്കഹോൾ കാര്യങ്ങളൊക്കെ കഴിക്കുന്നതൊക്കെ കാണുമ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ജിജ്ഞാസ ഇവരുടെ ഉള്ളിൽ ഉണ്ടാകും. അതിനെയാണ് എക്സ്പെരിമെൻ്റൽ യൂസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് വരുന്നത് റീക്രിയേഷണൽ യൂസ് എന്ന് പറയുന്നതാണ്. റീക്രിയേഷണൽ യൂസിൽ അവർ ചിലപ്പം അവരുടെ ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പായിട്ട് ഇതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പം അവർ മൈൻഡ് ഓൾട്ടറിങ് പ്രോപ്പർട്ടീസ് ഉണ്ട് അതിൻ്റെ ഒരു എഫക്റ്റിന് വേണ്ടി മാത്രം ഇവർ യൂസ് ചെയ്യും. പക്ഷേ ഇതുകൊണ്ടുണ്ടാവുന്ന നെഗറ്റീവ് സൈഡ് എന്താണെന്നുള്ളത് ഇവരപ്പം നോക്കുന്നുണ്ടാവില്ല. നെക്സ്റ്റ് വരുന്ന ഒരു ടൈപ്പാണ് സർക്കംസ്റ്റൻഷ്യൽ യൂസ് എന്നുള്ളത്. അതായത് അവർ ലൈഫിൽ എന്തെങ്കിലും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഇവൻറ്റ്സ് അനുഭവിക്കുമ്പോൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാംസ് വരുമ്പം ഏതെങ്കിലും കോമ്പറ്റീഷൻസിനൊക്കെ പോകുമ്പം അവർ ഇങ്ങനെ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ലാസ്റ്റ് വരുന്നൊരു ടൈപ്പാണ് കമ്പൾസീവ് യൂസ് എന്ന് പറയുന്നത്. ഈ കമ്പൾസീവ് യൂസിനെ നമുക്ക് ഡ്രഗ് എഡിക്ഷൻ ആയിട്ട് തന്നെ പറയാം. അതായത് ഈ ഡ്രഗ്സിനാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ ഡ്രഗ് യൂസ് ചെയ്യാണ്ട് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അവർക്ക് ചെയ്യാൻ പറ്റില്ല, സോഷ്യലി അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നിങ്ങനെ കുറേ പ്രോബ്ലംസ് ഈ ഒരു സ്റ്റേജിൽ കാണുന്നുണ്ട്. ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുമ്പം ഒരാൾക്ക് അവർ യൂസ് ചെയ്യുന്ന സെൽഫ് കൺട്രോൾ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാകും. അവർ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് അവരുടെ ലൈഫിനെ മൊത്താകെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. ബോത്ത് ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും അവരുടെ ലൈഫിനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അവരെ മാത്രമല്ല അവരുടെ ഫാമിലിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ അത് മൊത്താകെ ബാധിക്കുന്നുണ്ട്. കുട്ടികളാണെങ്കിലൊക്കെ തന്നെ ആദ്യം തന്നെ ചെറിയ ഡോസിലായിരിക്കും ഇവർ എടുത്തു തുടങ്ങുക. ചെറിയ രീതിയിൽ എടുക്കുമ്പോൾ തന്നെ അവരുടെ ബോഡിയിൽ പല ചേഞ്ചസും അവർക്കൊരു പ്ലഷർ ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. എന്നാൽ കുറച്ച് കഴിഞ്ഞാണെങ്കിൽ ഇത് അവരുടെ ബോഡിയിൽ എഫക്റ്റ് ആവാൻ നിൽക്കില്ല. അങ്ങനെയാണ് അവർ വലിയ ഡോസിലേക്കൊക്കെ എടുക്കുന്നത്. ഇതിന് നമ്മളൊരു ടോളറൻസ് ലെവൽ എന്ന് പറയും. അതുപോലെ തന്നെ ഈ ഡ്രഗ്സ് എല്ലാ ദിവസവും എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരു ദിവസം ഈ ഡ്രഗ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ അവരുടെ ബോഡിയും മൈൻഡും ഒക്കെ വിഡ്രോവൽ സിംറ്റംസ് കാണിക്കാൻ തുടങ്ങും. ഫിസിക്കലായിട്ട് ഉണ്ടാകുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാണെങ്കിൽ മൗത്ത് ഡ്രൈ ആവുക, അതേപോലെ തന്നെ ഹാർട്ട് ബീറ്റ് കൂടുക, അവരുടെ ബോഡി ഷിവർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മൈൻഡിലുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ അവർക്ക് ദേഷ്യം വരിക, ഒരു ആൻസൈറ്റി ഒക്കെ ക്രിയേറ്റ് ആവും. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ പല തരത്തിലുള്ള ഡ്രഗ്സ് അവൈലബിൾ ആണ്. അപ്പോൾ പാരൻസിനൊക്കെ ആണെങ്കിൽ തന്നെ ഓരോ ഡ്രഗ്സും എങ്ങനെയാണ് കുട്ടികളെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് വരുന്ന ഒരു ടൈപ്പാണ് സ്റ്റിമുലൻസ് എന്ന് പറയുന്നത്. സ്റ്റിമുലൻസ് എന്ന് പറയുമ്പം ഈ ഡ്രഗ്സ് എടുക്കുമ്പം അത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ സ്പീഡാക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് വേറെ പറയുന്ന സ്ട്രീറ്റ് നെയിംസ് ആണ് പെപ്പില്ലേഴ്സ്, അപ്പേഴ്സ്, സ്പീഡ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ബോഡി സ്പീഡാവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ
നമ്മുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ കൂടും. ഇപ്പോൾ തീരെ സംസാരിക്കാത്ത ഒരാളാണെങ്കിൽ നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങും, എനർജറ്റിക് ഫീലിംഗ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഈ സ്റ്റിമുലൻസിൻ്റെ അളവ് കൂടുമ്പോൾ ഇത് പലപ്പോഴും ഓവർ ഡോസേജിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ആളുകൾക്ക് ആൻസൈറ്റി, ഡിപ്രഷൻ, സീഷേഴ്സ്, സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ എന്നീ പ്രോബ്ലംസ് ഉണ്ടാവാം. കോമൺ ആയിട്ട് കാണുന്ന സ്റ്റിമുലൻസ് ആണ് ബീറ്റിൽ നട്ട്, കാട്ട്, ഐസ്, ആംഫെറ്റമൈൻസ് എന്നിങ്ങനെ. നെക്സ്റ്റ് വരുന്നൊരു കാറ്റഗറിയാണ് ഡിപ്രസൻസ്. ഈ ഡിപ്രസൻസ് എന്ന് പറയുമ്പം സ്റ്റിമുലൻസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവർ വർക്ക് ചെയ്യുക. ഈ ഡിപ്രസൻസ് എടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലുള്ള ഗാബ എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റർ വർക്ക് ചെയ്യുകയും അത് നമ്മുടെ ബ്രെയിനിനെയും ബോഡീനെയും സ്ലോ ഡൗൺ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങളൊരു ആൽക്കഹോൾ എടുക്കുന്ന, ഒരു മദ്യം ഉപയോഗിക്കുന്ന ആൾക്കാരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവർ ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും നടക്കുന്നത്, സ്പീച്ചൊക്കെ ഭയങ്കര ലാഗായിരിക്കും. അപ്പോൾ അവർക്ക് അറ്റൻഷൻ, മെമ്മറി എന്നീ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഡിപ്രസൻസിനെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഡൗണേഴ്സ് എന്നുള്ളത്. ഡിപ്രസൻസിൽ കാണുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ഡ്രഗാണ് ആൽക്കഹോള്, ബാർബിച്ചുറേറ്റ്സ്, സെഡേറ്റീവ്സ്, ഹിപ്നോട്ടിക്സ് എന്നിങ്ങനെ. നെക്സ്റ്റ് വരുന്ന ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഹാലൂസിനോജൻസ് ആണ്. ഹാലൂസിനോജൻസ് നമ്മൾ കംപ്ലീറ്റ്ലി ഇല്ലീഗൽ ആയിട്ടുള്ള ഡ്രഗ്സ് എന്നാണ് പറയുന്നത്. ഈ സ്റ്റിമുലൻസും ഡിപ്രസൻസും ഒക്കെ ചിലപ്പോൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഫിസിക്കൽ കണ്ടീഷൻസിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു എമൗണ്ടിൽ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. എന്നാൽ നെക്സ്റ്റ് വരുന്ന ഒരു കാറ്റഗറി ഹാലൂസിനോജൻസ്. ഇത് ഒട്ടും ലീഗലായിട്ടുള്ള ഒരു ഡ്രഗ് അല്ല. സോ ഇത് നമ്മൾ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസിനെയും നമ്മുടെ മൂഡിനെയും തോട്ടിനെയും ഒക്കെയാണ്. അതായത് നമ്മൾ കാണുന്ന രീതി, കേൾക്കുന്ന രീതി, ടച്ച് ചെയ്യുന്ന രീതി, ഫീൽ ചെയ്യുന്ന രീതിയൊക്കെ ഈ ഹാലൂസിനോജൻസ് എടുക്കുമ്പോൾ മാറും. അതുപോലെ തന്നെ ഹാലൂസിനേഷൻസ് എന്ന് പറഞ്ഞൊരു മെൻ്റൽ കണ്ടീഷൻ ചിലപ്പം ഇത് യൂസ് ചെയ്യുമ്പോൾ വരാറുണ്ട്. അതായത് ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുക, കേൾക്കാൻ പറ്റുക, ടച്ച് ചെയ്യാൻ പറ്റുക എന്നിങ്ങനെ ഈ ഫീലിംഗ് ചിലപ്പം ഹാലൂസിനോജൻസ് എടുക്കുമ്പോൾ വരും. കോമൺ ആയിട്ട് കാണുന്ന ഹാലൂസിനോജൻസ് എന്ന് പറയുന്നത് MDMA, MDA, മാജിക് മഷ്റൂംസ് എന്നിങ്ങനെയാണ്. ഇനി ഈ 3 ടൈപ്പ് ഓഫ് ഡ്രഗ്സിൻ്റെയും എഫക്റ്റ് വരുന്ന കുറച്ച് ഡ്രഗ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വണ് കനാബിസ് ആണ്. കനാബിസ് അഥവാ കഞ്ചാവ് എന്നറിയപ്പെടുന്നത്. കനാബിസ് സെറ്റൈവ, കനാബിസ് ഇൻഡിക്ക എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ഡ്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലവേഴ്സ്, സീഡ്സ് ഒക്കെയാണ് ഈ കഞ്ചാവായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കനാബിസിൽ THC എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഉണ്ട്. ഈ കെമിക്കൽ നമ്മളെ ബ്രെയിനിൽ പോയിട്ട് ഡോപ്പമിൻ്റെ അളവ്, ആക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂട്ടും. അതുകൊണ്ട് തന്നെ കഞ്ചാവ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഭയങ്കരമായിട്ടൊരു യൂഫോറിക് ഇഫക്റ്റ് ഉണ്ടാവും. അവർക്കൊരു ഹൈ ഫീലിംഗ് ഉണ്ടാവും എപ്പോഴും. കഞ്ചാവ് യൂസ് ചെയ്യുമ്പോൾ ചില ആളുകൾ അത് ഫുഡിലൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ കഴിക്കാറുണ്ട്. അതായത് എഡിബിൾ ഫോംസിൽ, ഇപ്പം കുക്കീസിലായിക്കോട്ടെ, ചോക്ലേറ്റ്സിലായിക്കോട്ടെ, അതിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഫോമിലും ഈ കഞ്ചാവിനെ ആക്കാറുണ്ട്. നെക്സ്റ്റ് ടൈപ്പ് ഡ്രഗ് വരുന്നത് ഒപ്പിയോയിഡ്സ് എന്നാണ് പറയുന്നത്. ഈ ഒപ്പിയോയിഡ്സ് മെയിനായിട്ട് പെയിൻ റിലീഫിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ചില കേസിലൊക്കെ ഡോക്ടേഴ്സ് ഇത് പ്രിസ്ക്രൈബ് ചെയ്യാറുമുണ്ട്. മെയിനായിട്ട് ക്രോണിക് പെയിൻ ഇൽനെസ് ഉള്ള ആളുകൾ, അതുപോലെ കീമോതെറാപ്പി കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഉള്ള ആളുകൾക്കൊക്കെ ഒപ്പിയോയിഡ്സ് റെഫർ ചെയ്യാറുണ്ട്. ഈ ഒപ്പിയോയിഡ്സ് ഉണ്ടാക്കുന്നത് ഒപ്പിയം പോപ്പി പ്ലാന്റ്സ് എന്നാണ് ഇത് ഡിറൈവ് ചെയ്ത് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ മെയിനായിട്ട് കാണുന്ന ഒപ്പിയോയിഡ്സ് എന്ന് പറയുന്നത് ഹെറോയിൻ, ഫെൻറ്റൈൽ, മോർഫിൻ എന്നിങ്ങനെയാണ്. നെക്സ്റ്റ് ഇപ്പം നമ്മളിപ്പോൾ കുട്ടികളെടുത്താണെങ്കിലും അല്ലെങ്കിൽ മുതിർന്നവരെടുത്താണെങ്കിലൊക്കെ ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡിവൈസാണ് വാപ്പിംഗ് അല്ലെങ്കിൽ സിഗരറ്റ്സ് എന്ന് പറയുന്നത്. ഇത് സിഗരറ്റ്സിൽ നിന്ന് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആവുന്നതെന്ന് വെച്ചാണെങ്കിൽ ഒരു മിസ്റ്റ് വേപ്പർ ഫോമിലായിരിക്കും ഇതിൽ നിക്കോട്ടിൻ പ്രസൻ്റ് ആയിരിക്കുന്നത്. എന്നാൽ സിഗരറ്റ്സിൽ നമ്മൾ ഡയറക്റ്റ് ടുബാക്കോ ബേൺ ചെയ്തിട്ട് അത് ഇൻഹെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ സിഗരറ്റ്സിനെക്കാട്ടും കുറച്ചും കൂടെ ഡേഞ്ചർ കുറവാണെന്നാണ് പൊതുവേ പറയുന്നത്. എന്നാലും നിക്കോട്ടിൻ നമ്മൾ സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താണെങ്കിൽ അത് നമുക്ക് പല ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. ക്യാൻസർ പോലെയുള്ള മഹാരോഗങ്ങൾ ഉണ്ടാക്കാൻ ഇതിന് ചാൻസ് വരുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ആളുകൾ ഈ ഡ്രഗ്സ് യൂസ് ചെയ്തതെന്ന് മനസ്സിലാക്കണം. ഏതൊക്കെ രീതിയിലാണ് ഡ്രഗ്സ് എടുക്കാൻ പറ്റുക എന്നുള്ളത്. ഫസ്റ്റ് വണ്ണ് നേരിട്ട് കഴിക്കുന്നതാണ്, അതായത് നമ്മൾ മൗത്തിലൂടെ സോളോ ചെയ്തെടുക്കുന്നതാണ്. പിന്നെ വരുന്നത് ഇഞ്ചക്ഷൻസിലൂടെയാണ്, അതായത് വെയിനിലൂടെ നമ്മൾ ഈ ഡ്രഗ്സ് കയറ്റിയിട്ട് അത് ബ്ലഡ് സ്ട്രീമിലേക്ക് എത്തുന്നതാണ്. പിന്നെ വരുന്നത് ഇപ്പം കുറേ സ്റ്റിക്കേഴ്സൊക്കെ അവൈലബിൾ ആണ് ഡ്രഗ്സിൻ്റെ. സോ അത് നമ്മൾ സ്കിന്നിൽ ഒട്ടിക്കുമ്പം അത് ഡയറക്റ്റ് ബ്ലഡിലേക്ക് പോകും. പിന്നെ വരുന്നത് സ്നിഫ് ചെയ്തിട്ടാണ്, അതായത് നമ്മൾ മൂക്കിലൂടെ ഡയറക്റ്റ് ശ്വാസകോശത്തിലേക്ക് ഇത് വലിച്ചു കയറ്റുകയാണ് ചെയ്യുന്നത്. ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ
പല ഇഷ്യൂസും നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും കുറേ ഇഷ്യൂസ്. ഇതിൽ മെൻ്റലി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാണെങ്കിൽ ഇതിൻ്റെ ഓവർഡോസ് കാര്യങ്ങളൊക്കെ ആവുമ്പം സൈക്കോട്ടിക് ആയിട്ടുള്ള ഇഷ്യൂസ് വരും. പ്രത്യേകിച്ച് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സ്കീസോഫ്രീനിയ എന്നുള്ള സ്റ്റേജിലേക്കൊക്കെ എത്താറുണ്ട്. അതുപോലെ തന്നെ കുറേ ടൈമായിട്ട് ഡ്രഗ് യൂസ് ചെയ്യുന്ന ആളുകളിൽ സ്വഭാവമാറ്റം വരും. അവരുടെ പേഴ്സണാലിറ്റി കാര്യങ്ങൾ തന്നെ മാറിപ്പോകും. ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് വരുമ്പം ആളുകൾക്ക് മറ്റുള്ളവരെ പറ്റിയൊരു ചിന്ത ഉണ്ടാവില്ല, അവർ കാര്യങ്ങൾ നോക്കില്ല, പ്രോപ്പർട്ടീസൊക്കെ നശിപ്പിക്കും, അവരവരെ തന്നെ വേദനയാക്കിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. സോ ഇപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ഡ്രഗ് യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ ആണെങ്കിൽ അവരാദ്യം തന്നെ പോയി അടിക്കുകയോ അല്ലെങ്കിൽ വഴക്ക് പറയുകയോ ചെയ്യാതെ അവരെന്തുകൊണ്ട് ഇത് യൂസ് ചെയ്തു എന്നും എങ്ങനെയൊക്കെ ഇത് മാറ്റാൻ പറ്റുമെന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് നോക്കണം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ളൊരു വീഡിയോ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണാം.